കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ കോംപ്ലിമെൻ്ററി മാത്തമാറ്റിക്സിലെ വെക്റ്റർ ഇൻ്റഗ്രേഷൻ എന്ന സെക്ഷനാണ് ഇനി നമ്മൾ പറയുന്നത്. വെക്റ്റർ ഇൻ്റഗ്രേഷൻ ഒരു വലിയ ടോപ്പിക്കാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് നമ്മളുടെ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. അതായത് ഒരു സ്പേസിലെ ഒരു സർഫസിലേക്ക് അല്ലെങ്കിൽ ഒരു ജനറൽ കർവിലേക്കുള്ള ഇൻ്റഗ്രേഷൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് ടോപ്പിക്ക് ലൈൻ ഇൻ്റഗ്രൽസ് ആണ്. ഓക്കെ, ലൈൻ ഇൻ്റഗ്രൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്താണെന്നല്ലേ. ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചതല്ലേ. ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്താണെന്നുള്ളത് +2 മുതലേ പഠിക്കുന്നതാണ്. ആ ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൻ്റെ ഒരു ജനറലൈസേഷൻ എന്ന് പറയാം നമുക്ക് ഈ ലൈൻ ഇൻ്റഗ്രൽസിനെ. ഓക്കെ, ഇപ്പം നമുക്ക് ഈ ലൈൻ ഇൻ്റഗ്രൽ പറയുന്നതിന് മുമ്പ് കുറച്ച് ടെർമിനോളജീസ് ആവശ്യമുണ്ട്. നമുക്ക് ആദ്യം അതൊക്കെ എന്താ നോക്കാം, എന്നിട്ട് ലൈൻ ഇൻ്റഗ്രൽ ഡിഫൈൻ ചെയ്യാം. ഒന്നുമില്ല, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, പക്ഷെ ഒന്ന് റീകോൾ ചെയ്യാണെന്ന് കൂട്ടിയാൽ മതി. സപ്പോസ് സി ഈസ് എ കർവ് ഇൻ ദ എക്സ് വൈ പ്ലെയിൻ പാരാമെട്രൈസ്ഡ് ബൈ എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ടി വൈ ഈക്വൽ ടു ജി ഓഫ് ടി a less than or equal to t less than or equal to b and a and b are points f of a, g of a and f of b, g of b respectively. We call c path of integration, a its initial point and b its terminal point. അതായത് നമുക്ക് c എന്ന് പറയുന്ന ഒരു കർവ് ഉണ്ട്, എക്സ് വൈ പ്ലെയിനിലെ ഒരു കർവാണ്. ഇതിനെ പാരാമെട്രൈസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ എക്സ് വൈ എന്നാണ്. അപ്പോൾ ഞാൻ അതിനെ എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ടി അതുപോലെ തന്നെ വൈ ഈക്വൽ ടു ജി ഓഫ് ടി എന്ന് പറഞ്ഞ് പാരാമെട്രൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പാരാമെട്രൈസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇനി ഇതിലെ എ എന്ന് പറയുന്ന ഒരു പോയിന്റ്, ബി എന്ന് പറയുന്ന ഒരു പോയിന്റ്, ഈ കർവിന് ഞാൻ ഈ എ എന്ന് പറയുന്ന പോയിന്റ് ഏതാണ്, എഫ് ഓഫ് എ ജി ഓഫ് എ. ഓക്കെ, ബി എന്ന് പറയുന്ന പോയിന്റ് എഫ് ഓഫ് ബി ജി ഓഫ് ബി. ഇതാണ് എനിക്ക് തന്നിരിക്കുന്ന എക്സ് വൈ പ്ലെയിനിൽ സി എന്ന് പറയുന്ന കർവ്. ഈ കർവിനെ ഞാൻ പാത്ത് ഓഫ് ഇൻ്റഗ്രേഷൻ എന്ന് പറയും. ഓക്കെ, വി കോൾ സി പാത്ത് ഓഫ് ഇൻ്റഗ്രേഷൻ. എ എന്ന് പറയുന്നത് ഇനീഷ്യൽ പോയിന്റ് ആണ്, ബി എന്ന് പറയുന്നത് ടെർമിനൽ പോയിന്റ് ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. With these definitions, the curve is oriented and the direction is from A to B in which t increases is called the positive direction on C. ഇനി നമ്മൾ സിയുടെ ഡയറക്ഷനും കൂടെ പറയുകയാണ്. അതായത് നമുക്കറിയാം എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണ്. അപ്പം ടി ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ എയിൽ നിന്നും ബിയിലോട്ടാണ് ഫംഗ്ഷൻ വാല്യൂ പോകുന്നതെങ്കിൽ നമുക്ക് പറയാം ഇത് പോസിറ്റീവ് ഡയറക്ഷനിലാണ് എന്ന് പറയാം. അതായത് ഇനീഷ്യൽ പോയിന്റിൽ നിന്നും ടെർമിനൽ പോയിന്റിലേക്കാണ് ടി ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഫംഗ്ഷൻ വാല്യൂ മൂവ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പറയാം സി ഈസ് ഇൻ ദ പോസിറ്റീവ് ഡയറക്ഷൻ. ഓക്കെ, അതാണ് നമ്മൾ പോസിറ്റീവ് ഡയറക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കുറച്ച് ഡെഫിനിഷൻസ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത്, നമ്മൾ കോംപ്ലക്സ് ഒക്കെ പറഞ്ഞപ്പോൾ ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിവേ ഇവിടെയാണ് നമ്മൾ ആദ്യമായിട്ട് അത് പറയുന്നത്. കോംപ്ലക്സ് അനാലിസിസിൻ്റെ ക്ലാസ് നേരത്തെ എടുത്തതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ നമ്മളത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതെന്താണെന്ന് നോക്കാം. C is a smooth curve if f dash and g dash are continuous in the closed interval AB and not simultaneously 0 in the open interval AB. അതായത് സി എന്ന് പറയുന്ന സ്മൂത്ത് കർവ് ആവാനുള്ള കണ്ടീഷനാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞു സി എന്ന് പറയുന്ന കർവിലെ പാരാമെട്രൈസേഷൻ ഏതാണ്, എഫ് ഓഫ് ടി ജി ഓഫ് ടി ആണല്ലേ. നമ്മൾ എക്സ് വൈന് ഇങ്ങനെയല്ലേ പാരാമെട്രൈസ് ചെയ്തിരിക്കുന്നത്, എക്സ് വൈ എന്നുള്ളതിനെ പാരാമെട്രൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് സി എന്ന് പറയുന്ന സ്മൂത്ത് കർവ് ആവണമെങ്കിൽ ഈ എഫ് ഓഫ് ടിയുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് ടിയും ജി ഡാഷ് ഓഫ് ടിയും കണ്ടിന്യൂസ് ആയിരിക്കണം, കണ്ടിന്യൂസ്ലി ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. അതായത് എഫും ജിയും കണ്ടിന്യൂസ് ആയിരിക്കണം. അതുപോലെ തന്നെ അത് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിൽ കണ്ടിന്യൂസ് ആയിരിക്കണം. അതുപോലെ തന്നെ ഓപ്പൺ ഇൻ്റർവൽ എ ബി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ എഫ് ഡാഷും ജി ഡാഷും ഒരുമിച്ച് 0 ആവാൻ പാടില്ല. ഏതെങ്കിലും ഒന്നെങ്കിലും നോൺ 0 ആയിട്ട് എക്സിസ്റ്റ് ചെയ്യണം. അങ്ങനെയെങ്കിൽ ആ കർവിനെ നമ്മൾ സ്മൂത്ത് കർവ് എന്ന് പറയും. ഓക്കെ, ഇനി സെക്കൻഡ് വൺ, സി ഈസ് എ piecewise smooth if it consists of a finite number of smooth curves C1, C2, etc. Cn joined end to end. That is C equal to C1 union C2 union etc. union Cn. അതായത് പീസ് വൈസ് സ്മൂത്ത് ആണ് നമുക്ക് തന്നിരിക്കുന്ന കർവ്. സി എന്ന് പറയുന്ന കർവ് പീസ് വൈസ് സ്മൂത്ത് ആണെന്ന് പറയണമെങ്കിൽ ഈ സി എന്ന് പറയുന്ന കർവ് കുറേ ഇങ്ങനെ ജോയിൻ ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, അതായത് കുറേ സ്മൂത്ത് കർവ്സ് ഒരുമിച്ച് കൂട്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ടാവണം. അതായത് ആദ്യത്തേന് ഞാൻ C1 എന്ന് കൊടുത്തു, പിന്നെ C2 എന്ന് കൊടുത്തു, C3 എന്ന് കൊടുത്തു, C4 എന്ന് കൊടുത്തു. അതായത് ഇവിടെ ഇത്രയും ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. ഈ ഒരു കർവ് എടുത്തു കഴിഞ്ഞാൽ ഈ C1 എന്ന് പറയുന്ന കർവ് സ്മൂത്ത് ആയിരിക്കണം, C2 എന്ന് പറയുന്ന കർവ് സ്മൂത്ത് ആയിരിക്കണം, C3 എന്ന് പറയുന്ന കർവ് സ്മൂത്ത് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ജനറലി നമുക്ക് എന്ത് പറയാം, സി എന്ന് പറയുന്ന കർവ് പീസ് വൈസ് സ്മൂത്ത് ആണെന്ന് പറയാം. ഇത് ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. ഈ ഒരു ജോയിനിങ് പാർട്ടിൽ വരില്ലേ, അവിടെ ഡിഫറൻഷ്യബിലിറ്റി ഉണ്ടാവണമെന്നില്ല.
അത്രയേ ഉള്ളൂ. ഇവിടെ ഷാർപ്പിൻ്റെ വരുമ്പോൾ ഡിഫറൻഷ്യബിലിറ്റിക്ക് ലോസ് വരുമല്ലോ. അപ്പോൾ C1 എന്ന് പറയുന്ന ഈ ഒരു കർവ്, C1 എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ അത് C1 എഫ് ഡാഷും G ഡാഷും കണ്ടിന്യൂസ്ലി ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. അതുപോലെ തന്നെ ഒരുമിച്ച് 0 ആവാനും പാടില്ല. അങ്ങനെ ഓരോ ബ്രാഞ്ചസിലും അങ്ങനെ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മളതിനെ പീസ് വൈസ് സ്മൂത്ത് എന്ന് പറയും. ഓക്കെ, ഇനി മൂന്നാമത്തത് C ഈസ് ക്ലോസ്ഡ് കർവ് ഇഫ് A ഈക്വൽ ടു B. നമ്മൾ പറഞ്ഞു C എന്ന് പറയുന്ന കർവ് ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാന്നൊക്കെ പറഞ്ഞു അല്ലേ. ഇനി ഇങ്ങനെ വന്ന് ഇതാണ് നമ്മളുടെ C എന്ന് വിചാരിക്കാം. അല്ല, അങ്ങനെ എടുക്കണ്ട. ക്ലോസ്ഡ് ആണെന്ന് പറയണമെങ്കിൽ C എന്ന് പറയുന്ന കർവ് ഇവിടെയാണ് ഇതാണ് നമ്മളുടെ C എന്ന് പറയുന്ന കർവ്. ഇവിടെ ഞാൻ ടെർമിനൽ പോയിന്റും ഇനീഷ്യൽ പോയിന്റും ടെർമിനൽ പോയിന്റും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് ക്ലോസ്ഡ് കർവ് ആണെന്ന് പറയാം. C ഈസ് ക്ലോസ്ഡ് കർവ് ഇഫ് ഇനീഷ്യൽ പോയിന്റ് ഈസ് ഈക്വൽ ടു ടെർമിനൽ പോയിന്റ്. അത് രണ്ടും സെയിം ആണെങ്കിൽ. ഇനി C ഈസ് സിമ്പിൾ ക്ലോസ്ഡ് കർവ് ഇഫ് A ഈക്വൽ ടു B ആൻഡ് ദ കർവ് ഡസ് നോട്ട് ക്രോസ് ഇറ്റ് സെൽഫ്. അതായത് സിമ്പിൾ ക്ലോസ്ഡ് കർവ് ആണെന്ന് പറയണമെങ്കിൽ ഇനീഷ്യൽ പോയിന്റും ടെർമിനൽ പോയിന്റും സെയിം ആയിരിക്കണം, പക്ഷേ അത് എവിടെയും ക്രോസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അതിങ്ങനെ ഇൻ്റർസെക്റ്റ് ചെയ്ത് വരാൻ പാടില്ല, ഓവർലാപ്പ് ചെയ്ത് കിടക്കാനൊന്നും പാടില്ല. ഇങ്ങനെ സിമ്പിളായിട്ട് എവിടെയും ഒന്നും മീറ്റ് ചെയ്യാതെ നമുക്ക് ആ ഇനീഷ്യൽ പോയിന്റും ടെർമിനൽ പോയിന്റും, അതായത് 1 ആണ് എന്നുള്ള കൺസെപ്റ്റിൽ വന്നിട്ട് പറയണം. അപ്പോൾ ഇനിയുള്ള ടെർമിനോളജീസിലുണ്ടല്ലോ നമ്മൾ ക്ലോസ്ഡ് കർവ്, സിമ്പിൾ ക്ലോസ്ഡ് കർവ്, പീസ് വൈസ് സ്മൂത്ത് കർവ് എന്നൊക്കെ പറയുള്ളൂ. അതുപോലെ പാത്ത് ഓഫ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്, പാത്ത് ഓഫ് ഇൻ്റഗ്രേഷൻ, ഇതൊന്നും നമ്മൾ ഇനി ഡിഫൈൻ ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് മനസ്സിലാക്കുക. ഇന്ന കാര്യങ്ങളാണ് അവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പം ക്ലോസ്ഡ് കർവ് എന്താണെന്നുള്ളത് മൈൻഡിലോട്ട് വരാം. ഓക്കെ, നമ്മളിനി ആ ടെർമിനോളജീസ് ഇവിടെ പരിചയപ്പെട്ടു. ദിസ് സെയിം ടെർമിനോളജി ക്യാരീസ് ഓവർ ഇൻ എ നാച്ചുറൽ മാനർ ടു കർവ്സ് ഇൻ സ്പേസ്. അതായത് നമ്മൾ സ്പേസിൽ കർവ്സ് ആണ് എടുക്കുന്നതെങ്കിലും ഈ സെയിം ടെർമിനോളജീസ് ഒക്കെ തന്നെയാണ് നമ്മൾ അവിടെയും പറയുന്നത്. അവിടെ പക്ഷേ എന്തുണ്ട്, അവിടെ നമ്മളിവിടെ പാരാമീറ്ററൈസ് ചെയ്തപ്പം എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ടി എന്ന് കൊടുത്തു, വൈ ഈക്വൽ ടു ജി ഓഫ് ടി എന്ന് കൊടുത്തു. അപ്പോൾ അവിടെ എന്ത് വരും, സെഡ് ഈക്വൽ ടു എച്ച് ഓഫ് ടി എന്നും കൂടെ വരും. അത്രയേ ഉള്ളൂ. പക്ഷേ ഈ ഒരു ടെർമിനോളജീസിൻ്റെ ഡെഫിനിഷൻസിലൊന്നും മാറ്റം വരുന്നില്ല. ഓക്കെ, കൺസെപ്റ്റ് സെയിം തന്നെയാണ്. ഇനി നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോവാണ് ലൈൻ ഇൻ്റഗ്രൽസ് ഇൻ ദ പ്ലെയിൻ. പക്ഷേ ലൈൻ ഇൻ്റഗ്രൽസ് ഇൻ ദ പ്ലെയിൻ പറയുന്നതിന് മുമ്പും നമുക്ക് ലൈൻ ഇൻ്റഗ്രൽസിന് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പം നമ്മൾ ഇൻ്റഗ്രേഷൻ ഡിഫൈൻ ചെയ്യുമ്പോഴെങ്ങനെയാണ്, ഇൻ്റഗ്രേഷന് മുമ്പ് നമ്മൾ റീമാൻ സമ്മ് പറയും. എന്നിട്ട് അതിൽ നോം പി ടെൻസ് ടു 0 ആകുമ്പോഴാണ് അത് ഇൻ്റഗ്രലുമായിട്ട് ആ റീമാൻ സമ്മ് ഈക്വൽ ആവുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയില്ലേ. അതുപോലെ തന്നെയാണ് ഇവിടെ ലൈൻ ഇൻ്റഗ്രൽ പറയുന്നത്. ഒരു പ്ലെയിനിലെ ലൈൻ ഇൻ്റഗ്രൽ പറയുമ്പം ആദ്യം അതിൻ്റെ ജോമെട്രിക് അപ്രോച്ച് പറഞ്ഞിട്ടാണ് നമ്മൾ ആ ഡെഫിനേഷനിലോട്ട് എത്തുന്നത്. ഇപ്പം നമുക്ക് ഇവിടെ ജോമെട്രിക് അപ്രോച്ച് ഞാനിവിടെ പറയുന്നുണ്ട്. അതെന്താണെന്നൊന്ന് മനസ്സിലാക്കുക. ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. എക്സാമിന് ചോദിക്കുമെന്ന് അറിയില്ല. ഇനിയിപ്പോൾ ഡെഫിനിഷൻസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല എങ്ങനെയാണ്. പക്ഷേ ഇത് പറയാതെ നമുക്ക് ലൈൻ ഇൻ്റഗ്രൽ ഇന്നതാണെന്ന് പറയാതെ നമുക്ക് ഒരിക്കലും പ്രോബ്ലത്തിലേക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ കാര്യം കൂടി ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നമുക്ക് എന്താ നോക്കാം. ലൈൻ ഇൻ്റഗ്രൽസ് ഇൻ ദ പ്ലെയിൻ. ദ ഫോളോയിങ് 5 സ്റ്റെപ്സ് ലീഡ് ടു ദ ഡെഫിനിഷൻ ഓഫ് ദ ലൈൻ ഇൻ്റഗ്രൽസ് ഇൻ ദ പ്ലെയിൻ. നമുക്ക് താഴെ ഒരു 5 സ്റ്റെപ്പ് തന്നിട്ടുണ്ട്. ഇതാണ് ലൈൻ ഇൻ്റഗ്രൽസിൻ്റെ ഡെഫിനിഷൻസിൽ. അതായത് ലൈൻ ഇൻ്റഗ്രൽസ് എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഒരു സാധനം. അതിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ 5 സ്റ്റെപ്സിൽ പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, let z equal to g of xy be defined in some region that contains the smooth curve C defined by x equal to f of t, y equal to g of t, a less than or equal to t less than or equal to b. അതായത് നമുക്ക് ജി ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അതൊരു റീജിയനിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതായത് നമുക്കിങ്ങനെ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അതൊരു റീജിയനിലാണ് ഇവിടെ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് കേട്ടോ. ഇത് റീജിയനിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ആ റീജിയനിൽ നമുക്കൊരു C എന്ന് പറയുന്നത് ഒരു സ്മൂത്ത് കർവ് ഉണ്ട്. സ്മൂത്ത് കർവ് എന്താണെന്നറിയാലോ. അതിനെ പാരാമീറ്ററൈസ് ചെയ്തിരിക്കുന്നത് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ടി, വൈ ഈക്വൽ ടു ജി ഓഫ് ടി എന്നാണ്. എ ലെസ് ദാൻ ഒരിക്കൽ ടി ലെസ് ദാൻ ഒരിക്കൽ ടു ബി. പിന്നെ ഇവിടെ ഒരു കാര്യം കൂടെ പറയട്ടെ. നമ്മളിവിടെ പറയുന്നത് ലൈൻ ഇൻ്റഗ്രൽസ് ഇൻ ദ പ്ലെയിൻ ആണ്. പിന്നെ നെക്സ്റ്റ് സെക്ഷനിൽ നമ്മൾ ലൈൻ ഇൻ്റഗ്രൽസ് ഇൻ ദ സ്പേസ് പറയും. അപ്പോൾ നമ്മൾ ആദ്യം പ്ലെയിനിലെ കാര്യങ്ങൾ പറയാം. ജസ്റ്റ് സ്പേസും സെയിം തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. പക്ഷെ അതിൻ്റെ ജോമെട്രിക്കൽ അപ്രോച്ച് മാറുമല്ലോ, അത് മാത്രം ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ സെഡ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഇനി ഡിവൈഡ് C into n sub arcs of length delta sk according to the partition A equal to T0 less than T1 less than T2 less than etc less than Tn equal to B of closed interval AB. നമ്മൾ എന്താ ചെയ്യുന്നത്, നമുക്കിപ്പോൾ നമുക്ക് C എന്ന് പറയുന്നൊരു കർവുണ്ട്. ഓക്കെ, ഇത് C എന്ന് പറയുന്ന ഒരു കർവാണ്. ഇതിന് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ കർവിനെ എ ലെസ് ദാൻ ഒരിക്കലും ടി ലെസ് ദാൻ ഒരിക്കലും ബി, അതായത് ഞാൻ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിലാണ് ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഈ എ ബിനെ നമ്മൾ പാർട്ടീഷൻ ചെയ്യാം. ഓക്കെ, അപ്പം C എന്ന് പറയുന്നതിനെ സബ് ആർക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ശരിക്കും ഈ ഫംഗ്ഷൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ
ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, നിങ്ങൾക്കത് ആവശ്യമില്ല, അതുകൊണ്ടാണ് ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിൽ നിന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് ആർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ എ ബി, ഇപ്പോൾ ഇവിടെ ഞാനൊരു ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു പോയിന്റ് വരും. ഇവിടെ ഒരു പോയിന്റ് എടുത്താൽ അങ്ങനെ, അതായത് ഇവിടെ ഇങ്ങനെ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് സി എന്ന് പറയും. അപ്പോൾ ഇതിനെ ഞാനിങ്ങനെ ഇൻ്റർവലായിട്ട് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇതിനെയും ഇങ്ങനെ സബാക്സ് ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ. ഡിവൈഡ് സി ഇൻറ്റു എൻ സബാക്സ് ഓഫ് ലെങ്ത് ഡെൽ എസ് കെ. അതായത് ഈ ഡെൽ എസ് കെ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ആർക്ക് ലെങ്ത് ആണ് ഡെൽ എസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആർക്ക് ലെങ്ത് ഡെൽ എസ് വരുന്ന രീതിയിൽ ആർക്ക് ലെങ്ത്തിലെ ഡിഫറൻസിനനുസരിച്ച് സി എന്ന് പറയുന്ന കർവിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സി എന്ന് പറയുന്ന പാത്ത് ഓഫ് ഇൻറ്റഗ്രേഷനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സബാക്സ് ആയിട്ട് എൻ സബാക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് അക്കോർഡിംഗ് ടു ദ പാർട്ടീഷൻ എ ബിയിലുള്ള പാർട്ടീഷൻ ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി. അതായത് നമുക്ക് എ ബിയിലുള്ള പാർട്ടീഷൻ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന പാർട്ടീഷൻസ് ആണ്, സബാക്സ് ആണ് കേട്ടോ ഇത്. ഓക്കെ, ഇപ്പോൾ ഈ സബാക്സിൽ ഇങ്ങനെ സബാർക്കായിട്ട് യെല്ലോ ലൈനാണ് നമ്മളുടെ സി എന്ന് പറയുന്നത്, അതിന് നമ്മൾ സബാക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടല്ലോ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ലെറ്റ് ദ പ്രൊജക്ഷൻ ഓഫ് ഈച്ച് സബാക് ഓൺ ടു ദ എക്സ് ആൻഡ് വൈ ആക്സിസ് ഹാവ് ദ ലെങ്ത് ഡെൽറ്റ എക്സ് കെ ആൻഡ് ഡെൽറ്റ വൈ കെ റെസ്പെക്റ്റീവ്ലി. അതായത് നമ്മളിപ്പോൾ സബാർക്കിനെ നമ്മൾ ഇങ്ങോട്ട് നോക്കുകയെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് നമ്മൾ നോക്കുകയാണ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു പോയിന്റ്, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് ആക്സിൽ ഒരു പോയിന്റ്, അതിൻ്റെ ഡിഫറൻസ് ആണ് നമ്മൾ ഡെൽ എക്സ് കെയിൽ എടുത്തിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പം നമ്മൾ ഇതിനെ വൈ ആക്സിസിലോട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ, പ്രൊജക്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇവിടെ ഒരു പോയിന്റ്, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു പോയിന്റ് കിട്ടും. അതിൻ്റെ ഡിഫറൻസ് ആണ് നമ്മൾ ഡെൽ വൈ കെന്ന് എടുത്തിരിക്കുന്നത്. ഇത് ആവശ്യമുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഡെൽ എക്സ് കെ ഡെൽ വൈ കെ. ഇനി ലെറ്റ് നോം പി ബി ദ നോം ഓഫ് ദ പാർട്ടീഷൻ ഓർ ലെങ്ത് ഓഫ് ദ ലോങ്ങസ്റ്റ് സബാർക്ക്. അതുപോലെ ഇവിടെ ഇപ്പം നമുക്ക് സബാക്സ് തന്നിട്ടുണ്ട്. അപ്പോൾ സബാക്സ് എല്ലാം ഒരേ അളവിലായിരിക്കണം എന്നൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇതിൽ ഏറ്റവും ലോങ്ങസ്റ്റ് സബാർക്കിനെയാണ് നമ്മൾ നോം പി എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് നമ്മളുടെ ഡെലസ് എന്ന് പറയുന്നത്. ഇനി ചൂസ് എ സാമ്പിൾ പോയിന്റ് എക്സ് കെ സ്റ്റാർ വൈ കെ സ്റ്റാർ ഓൺ ഈച്ച് സബാർക്ക്. നമ്മളിനി എന്ത് ചെയ്യുക, ഒരു സബാർക്കിൽ നിന്ന് ഇതിൽ നിന്ന് തന്നെ ഡിഫൈൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഞാനൊരു പെർട്ടിക്കുലർ പോയിന്റിനെ ചൂസ് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് എക്സ് കെ സ്റ്റാർ വൈ കെ സ്റ്റാർ എന്ന് പറഞ്ഞിട്ടൊരു പോയിന്റിനെ ചൂസ് ചെയ്തു. ഓക്കെ, ഫോം ദ സംസ്. എന്നിട്ട് ഞാൻ ഈ സമ്മ് കണ്ടുപിടിക്കുകയാണ്. ഈ സമ്മ് എന്തിനാണ് കണ്ടുപിടിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ റീമാൻ സമ്മ് പോലെ തന്നെയാണ് ഇത് പോണത്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ജി ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ റീമാൻ സമ്മിനോട് ഒന്ന് റിലേറ്റ് ചെയ്താൽ മതി, നിങ്ങളൊന്ന് നോക്കിയാൽ മതി. സിഗ്മ കെ ഈക്വൽ ടു 1 to n ജി ഓഫ് എക്സ് കെ സ്റ്റാർ വൈ കെ സ്റ്റാർ. ഈ എക്സ് കെ സ്റ്റാർ വൈ കെ സ്റ്റാർ എന്ന് പറഞ്ഞ പോയിന്റ് നമ്മൾ എടുത്തില്ലേ, അവിടുത്തെ ഫംഗ്ഷൻ ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ വാല്യൂ കണ്ടുപിടിക്കുക ഇൻ ടു ഡെൽ എക്സ് കെ. അപ്പോൾ നമുക്ക് ശരിക്കും കിട്ടുന്നത് ഈ ഒരു കർവുണ്ട്, ആ കർവിൻ്റെ താഴോട്ടേക്കുള്ള ഏരിയ ആണ് കിട്ടുന്നത്. ഓക്കെ, സിഗ്മ കെ ഈക്വൽ ടു 1 to n ജി ഓഫ് എക്സ് കെ സ്റ്റാർ വൈ കെ സ്റ്റാർ ഡെൽ എക്സ് കെ ഒന്ന് കൺസിഡർ ചെയ്യുമ്പം. അതുപോലെ തന്നെ നമുക്ക് വൈയിലോട്ട് കൺസിഡർ ചെയ്യാം. സിഗ്മ കെ ഈക്വൽ ടു 1 to n ജി ഓഫ് എക്സ് കെ സ്റ്റാർ വൈ കെ സ്റ്റാർ ഡെൽ വൈ കെ എന്ന് കൺസിഡർ ചെയ്യാം. ഇത് വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ചെയ്യുമ്പോൾ സിഗ്മ കെ ഈക്വൽ ടു 1 to n ജി ഓഫ് എക്സ് സ്റ്റാർ എക്സ് കെ സ്റ്റാർ വൈ കെ സ്റ്റാർ ഇൻറ്റു ഡെൽ എസ് കെ. ഡെൽ എസ് കെ എന്ന് പറഞ്ഞാൽ ഈ ആർക്ക് ലെങ്ത് തന്നെ വരാം, ഇതിൻ്റെ ഡിഫറൻസ് എടുക്കുന്നത്, ഓരോ ലെങ്ത്തിൻ്റെ ആർക്ക് ലെങ്ത്തിൻ്റെ ഡിഫറൻസ് എടുക്കുന്നത്. ഓക്കെ, ഇത് നമുക്ക് ജോമെട്രിക്കലി പറഞ്ഞു തരാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇത് വീണ്ടും ഒരു പ്ലെയിനും കൂടെ കൺസിഡർ ചെയ്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രാഫ് എടുത്തിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ബുദ്ധിമുട്ടാണ് പറഞ്ഞു തരാൻ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, റീമാൻ സമ്മിൻ്റെ ഒരു കൺസെപ്റ്റിനോട് റിലേറ്റ് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ നമുക്ക് സിഗ്മ കെ ഈക്വൽ ടു 1 to n ജി ഓഫ് എക്സ് കെ സ്റ്റാർ വൈ കെ സ്റ്റാർ ഡെൽ എക്സ് കെ, സിഗ്മ കെ ഈക്വൽ ടു 1 to n ജി ഓഫ് എക്സ് കെ സ്റ്റാർ വൈ കെ സ്റ്റാർ ഡെൽ വൈ കെ, സിഗ്മ കെ ഈക്വൽ ടു 1 to n ജി ഓഫ് എക്സ് കെ സ്റ്റാർ വൈ കെ സ്റ്റാർ ഡെൽ എസ് കെ. ഈ 3 സമം നമ്മൾ ഫോം ചെയ്ത് വെക്കാം. എന്നിട്ട് ഇനി നമുക്ക് ഡെഫിനേഷൻസ് എന്താ നോക്കാം. ദെൻ ദ ഡെഫിനേഷൻ ഓഫ് ദ ലൈൻ ഇൻ്റഗ്രൽ ഇൻ ദ പ്ലെയിൻ ആർ ആസ് ഗിവൺ ബിലോ. അതായത് നമ്മളൊരു പ്ലെയിനിലെ ലൈൻ ഇൻ്റഗ്രലിൻ്റെ ഡെഫിനേഷൻ താഴെ പറയുന്ന പോലെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഡെഫിനേഷൻ എന്താ നോക്കാം. ലെറ്റ് ജി ബി എ ഫംഗ്ഷൻ ഓഫ് 2 വേരിയബിൾസ് എക്സ് ആൻഡ് വൈ ഡിഫൈൻഡ് ഓൺ എ റീജിയൻ ഓഫ് ദ പ്ലെയിൻ കണ്ടെയ്നിങ് എ സ്മൂത്ത് കർവ് സി. ഓക്കെ, ജി എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഉണ്ട്, 2 വേരിയബിൾ ഫംഗ്ഷനാണ്, അതൊരു റീജിയനിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ആ പ്ലെയിനിൽ നമുക്ക് എന്തുണ്ട്, ഒരു സി എന്ന് പറയുന്ന ഒരു സ്മൂത്ത് കർവ് ഉണ്ട്. അങ്ങനെയെങ്കിൽ നമ്മൾ പറയുന്നത് ദ ലൈൻ ഇൻ്റഗ്രൽ ഓഫ് ജി എലോങ് സി ഫ്രം എ ടു ബി വിത്ത് റെസ്പെക്ട് ടു എക്സ് ഈസ്. അതായത് ദ ലൈൻ ഇൻ്റഗ്രൽ ഓഫ് ജി എലോങ് സി ഫ്രം എ ടു ബി, അതായത് സി എന്ന് പറഞ്ഞ എ ടു ബിയിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു എക്സ്, ദാറ്റ് ഈസ് ഡി എക്സ്. Integral over C g of xy dx is equal to limit norm p tends to 0 sigma k equal to 1 to n g of xk star yk star del xk. ഇതാണ് നമ്മളുടെ ലൈൻ ഇൻ്റഗ്രൽ ഓഫ് ജി എലോങ് സി
ഫ്രം എ ടു ബി വിത്ത് റെസ്പെക്ട് ടു എക്സ്. വിത്ത് റെസ്പെക്ട് ടു എക്സിൽ നമ്മൾ ജിയുടെ ലൈൻ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. ഇത് ഡെഫിനിഷനാണ് കേട്ടോ, നമ്മൾ പ്രോബ്ലം ചെയ്യാൻ ഇതല്ല യൂസ് ചെയ്യുക, ഞാൻ ജസ്റ്റ് ഡെഫിനിഷൻ പറഞ്ഞു പോകുന്നതാണ്. നെക്സ്റ്റ്, the line integral of g along c from a to b with respect to y is integral over c g of xy dy equal to limit norm p tends to 0 sigma k equal to 1 to n g of xk star yk star into del yk. അതായത് g ജിയുടെ ലൈൻ ഇൻ്റഗ്രൽ ഓഫ് ജി എലോങ് സിയുടെ വാല്യൂ എ മുതൽ ബി വരെ വേരി ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു വൈ ഈസ് ഡിഫൈൻഡ് ബൈ ലിമിറ്റ് നോം പി ടെൻസ് ടു 0 സിഗ്മ കെ ഈക്വൽ ടു 1 to n ജി ഓഫ് എക്സ് കെ സ്റ്റാർ വൈ കെ സ്റ്റാർ ഇൻറ്റു ഡെൽ വൈ കെ. ഓക്കെ, ഈ സമ്മ് നോം പി ടെൻസ് ടു 0 പോകുമ്പോഴാണ് ഈ സമ്മും ഈ ഒരു ലൈൻ ഇൻ്റഗ്രലും കൂടെ സെയിം ആവുന്നത്. ഇനി തേർഡ് വൺ, ദ ലൈൻ ഇൻ്റഗ്രൽ ഓഫ് ജി എലോങ് സി ഫ്രം എ ടു ബി വിത്ത് റെസ്പെക്ട് ടു ആർക്ക് ലെങ്ത് എസ് ഈസ് integral over c g of xy dx equal to ds equal to limit norm p tends to 0 sigma k equal to 1 to n g of xk star yk star del sk. അതായത് നമുക്ക് തന്നിരിക്കുന്ന ലൈൻ ഇൻ്റഗ്രൽ ഓഫ് ജി എലോങ് സി വിത്ത് റെസ്പെക്ട് ടു ഡി എസ്, അതായത് ആർക്ക് ലെങ്ത്, നമുക്ക് ആ ലെങ്ത്തിൻ്റെ തൊട്ടടുത്ത പോയിന്റ്സ് തമ്മിലുള്ള ഡിഫറൻസ് ഇല്ലേ അതും നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്, ലിമിറ്റ് നോം പി ടെൻസ് ടു 0 സിഗ്മ കെ ഈക്വൽ ടു 1 to n ജി ഓഫ് എക്സ് കെ സ്റ്റാർ വൈ കെ സ്റ്റാർ ഇൻറ്റു ഡെൽ എസ് കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ സമ്മും ഈ സമ്മിൽ നമ്മൾ ഈ ലിമിറ്റ് നോം പി ടെൻസ് ടു 0 അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഇൻ്റഗ്രേഷൻ സെയിം ആയിട്ട് കിട്ടും. ഇത് ഡെഫിനേഷൻ ആണ് കേട്ടോ, നിങ്ങൾ ജസ്റ്റ് ഈ ഡെഫിനേഷൻ നമുക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഇതെല്ലാം അപ്ലൈ ചെയ്യുന്നത് പ്രോബ്ലംസിന്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എക്സാമിനെങ്ങാണ്ട് ചോദിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ്, കാരണം അത്യാവശ്യം എഴുതാനുണ്ടല്ലോ, അപ്പോൾ ഒരു ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചാലോ. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യാൻ നോക്കാം. ദ മെത്തേഡ് ഓഫ് ഇവാലുവേഷൻ. അപ്പം നമ്മൾ രണ്ട് തരത്തിലാണ് പറയുന്നത്. കർവ് ഡിഫൈൻ, പാരാമെട്രിക്കലി കർവ് തന്നിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷനായിട്ട് കർവ് തന്നിട്ടുണ്ടെങ്കിൽ, ഈ രണ്ട് കേസുമാണ് പറയുന്നത്. അതിനുശേഷം പ്രോബ്ലം ചെയ്യും. ഇത് മാത്രം നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചാൽ മതി. ഓക്കെ, നമുക്ക് നോക്കാം. പാരാമെട്രിക്കലി ഡിഫൈൻ ചെയ്ത ഒരു കർവിൽ നമ്മൾ എങ്ങനെയാണ് ലൈൻ ഇൻ്റഗ്രൽ ഡിഫൈൻ ചെയ്യുന്നത്. അതായത് നമ്മൾക്കിപ്പോൾ ഒരു പ്രോബ്ലം തന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നതെന്ന്. ഇഫ് സി ഈസ് എ സ്മൂത്ത് കർവ് പാരാമെട്രൈസ്ഡ് ബൈ എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ടി വൈ ഈക്വൽ ടു ജി ഓഫ് ടി എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി, ദെൻ വി സിംപ്ലി റീപ്ലേസ് എക്സ് ആൻഡ് വൈ ഇൻ ദ ഇൻ്റഗ്രൽ ബൈ ദ ഫംഗ്ഷൻസ് എഫ് ഓഫ് ടി ആൻഡ് ജി ഓഫ് ടി ആൻഡ് ദ appropriate differential dx dy or ds by f dash of t dt g dash of t dt or square root of f dash of t the whole square plus g dash of t the whole square dt. ds equal to square root of f dash of t the whole square plus g dash of t the whole square dt is called a differential of arc length. Then the integration is എന്നുകൊണ്ട് നമ്മളിവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇൻ്റഗ്രൽ ഓവർ സി ജി ഓഫ് എക്സ് വൈ ഡി എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി ജി ഓഫ് എഫ് ഓഫ് ടി ഇൻറ്റു ജി ഓഫ് ടി ഇൻറ്റു എഫ് ഡാഷ് ഓഫ് ടി. ഞാൻ ഓരോന്നായിട്ട് പറയാം കേട്ടോ എന്താ ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെയുള്ളൂ. നമുക്ക് സി എന്ന് പറയുന്ന ഒരു സ്മൂത്ത് കർവ് തന്നിട്ടുണ്ട്. അതിനെ നമ്മൾ പാരാമെട്രൈസ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ്, എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ടി വൈ ഈക്വൽ ടു ജി ഓഫ് ടി എന്ന് പാരാമെട്രൈസ് ചെയ്തിട്ടുണ്ട്. വേർ എ ടു ബി ആണ് ടി വേരി ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷനിൽ എക്സും വൈയും ഉണ്ടാവുമല്ലോ, ആ ഫംഗ്ഷനിൽ എക്സിനെയും വൈനെയും ഈ പാരാമെട്രിക്കൽ ഇക്വേഷൻ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. ഓക്കെ, അതിൽ നമ്മൾ എക്സിനും വൈക്കും പകരം എഫ് ഓഫ് ടി ജി ഓഫ് ടി എന്ന് പറഞ്ഞിട്ട് റീപ്ലേസ് ചെയ്യാം. അപ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള, ഇപ്പം എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ടി എന്നല്ലേ കൊടുത്തിരിക്കുന്നത്, അപ്പോൾ നമ്മൾ ഡി എക്സ് വരുമല്ലോ, ജി ഓഫ് എക്സ് വൈ ഡി എക്സ് എന്നല്ലേ വരും. അപ്പോൾ ഡി എക്സിനെ എങ്ങനെയാണ് നമ്മൾ റീപ്ലേസ് ചെയ്യുക, വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് ടി ഇൻറ്റു ഡി ടി എന്ന് വരും. അതുപോലെ ഇത് ഡി എക്സിനെ മാറ്റി എഴുതിയത്, ഇത് ഡി വൈനെ, അതായത് വൈ ഈക്വൽ ടു എഫ് ഓഫ് ടി അല്ലേ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡി വൈ എന്താ വരിക, എഫ് ഡാഷ് ഓഫ് ടി ഡി ടി എന്ന് വരും. ഇനി ഡി എസ് കൊടുക്കുമ്പോൾ മാത്രം കുറച്ച് പ്രത്യേകതകളുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ഡി എസ് എന്താ, ആർക്ക് ലെങ്ത് അല്ലേ. ആർക്ക് ലെങ്ത്തിനെ നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, എഫ് ഡാഷിൻ്റെയും ജി ഡാഷിൻ്റെയും ടേംസിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, വെക്ടർ കാൽക്കുലസിൽ പറഞ്ഞിട്ടുണ്ട്. സ്ക്വയർ റൂട്ട് ഓഫ് എഫ് ഡാഷ് ഓഫ് ടി ദ ഹോൾ സ്ക്വയർ പ്ലസ് ജി ഡാഷ് ഓഫ് ടി ദ ഹോൾ സ്ക്വയർ. അതായത് ഡി എസിനെയാണ് നമ്മളിങ്ങനെ മാറ്റുന്നത്, സ്ക്വയർ റൂട്ട് ഓഫ് എഫ് ഡാഷ് ഓഫ് ടി ദ ഹോൾ സ്ക്വയർ പ്ലസ് ജി ഡാഷ് ഓഫ് ടി ദ ഹോൾ സ്ക്വയർ ഡി ടി ഈസ് കോൾഡ് ഡിഫറൻഷ്യൽ ഓഫ് ദ ആർക്ക് ലെങ്ത്. ഡി എസിനെ നമ്മൾ ഇങ്ങനെയാണ് കേട്ടോ റീപ്ലേസ് ചെയ്യാം, മറന്നു പോകരുത്. ഡി എസിനെ ഇങ്ങനെയാണ് റീപ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ദ ഇൻ്റഗ്രേഷൻ ഈസ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇൻ്റഗ്രേഷൻ, നമ്മൾ ഓരോ ഇൻ്റഗ്രേഷൻ ഡിഫൈൻ ചെയ്യാണ് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ, വിത്ത് റെസ്പെക്ട് ടു വൈയിൽ, വിത്ത് റെസ്പെക്ട് ടു ഡി എസിലുള്ള ഇൻ്റഗ്രേഷൻ. ഇത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. സി എന്താണെന്നും ഡി എക്സ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഇൻ്റഗ്രൽ ഓവർ സി ജി ഓഫ് എക്സ് വൈ ഡി എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇൻ്റഗ്രൽ എ ടു ബി. കാരണം സി എന്ന് പറയുന്നതിനെ നമ്മൾ പാരാമെട്രൈസ് ചെയ്തു
ടിയുടെ ടേംസിലേക്ക്. അപ്പോൾ നമ്മൾ ടിയുടെ ലിമിറ്റാണ് ഇവിടെ എഴുതേണ്ടത്. ദാറ്റ് ഈസ് എ ടു ബി എഴുതി. ജി ഓഫ് എക്സിന് നമ്മൾ പാരാമെട്രിക് ഇക്വേഷൻ കൊടുക്കുകയാണ്. എഫ് ഓഫ് ടി കോമ ജി ഓഫ് ടി. എന്നിട്ട് ഡി എക്സ് അല്ലേ, ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ടി അല്ലേ. അപ്പോൾ ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക, എഫ് ഡാഷ് ഓഫ് ടി ഡി ടി ആണ് വരിക. അതും ഇവിടെ കൊടുത്തു. അതായത് ജി ഓഫ് എക്സ് വൈ ഡി എക്സ്, ജി ഓഫ് എഫ് ഓഫ് ടി കോമ ജി ഓഫ് ടി എഫ് ഡാഷ് ഓഫ് ടി ഡി ടി. ഓക്കെ, അതാണ് വിത്ത് റെസ്പെക്ട് ടു എക്സിലുള്ളത്. ഇനി വിത്ത് റെസ്പെക്ട് ടു വൈയിലോ, ഇൻ്റഗ്രൽ ഓവർ സി ജി ഓഫ് എക്സ് വൈ ഡി വൈ ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി ജി ഓഫ് എഫ് ഓഫ് ടി കോമ ജി ഓഫ് ടി ജി ഡാഷ് ഓഫ് ടി ഡി ടി. അതായത് നമ്മൾ സീനെ പാരാമെട്രിക് ഇക്വേഷനിലോട്ട് മാറ്റി. അപ്പോൾ നമ്മൾ ആരുമായിട്ടാണ്, ടിയു ആയിട്ടല്ലേ മാറ്റുന്നത്. അപ്പോൾ ടിയുടെ ലിമിറ്റല്ലേ ഇവിടെ കൊടുക്കേണ്ടത്. ഇൻ്റഗ്രൽ എ ടു ബി വന്നു. ജി ഓഫ് എക്സിന് പകരം എഫ് ഓഫ് ടി, വൈക്ക് പകരം ജി ഓഫ് ടി. ഇനി ഡി വൈ ആണ് ഇവിടെ. അതുകൊണ്ട് നമ്മൾ വൈ ഈക്വൽ ടു ജി ഓഫ് ടി ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ ഡി വൈ കണ്ടുപിടിക്കുമ്പോൾ എന്ത് വരും, ജി ഡാഷ് ഓഫ് ടി ഡി ടി വരും. ഓക്കെ, ഇനി നമുക്ക് ആർക്ക് ലെങ്ത്തിൻ്റെ ടേംസിൽ എങ്ങനെയാണ് നോക്കാം. ഇൻ്റഗ്രൽ ഓവർ സി ജി ഓഫ് എക്സ് വൈ ഡി എസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ, അതായത് നമുക്കിപ്പം ഡി എസിന് മാത്രമാണ് ഒരു ഓർത്ത് വെക്കാനുള്ള കാര്യമുള്ളത്. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡി എസ് ആർക്ക് ലെങ്ത് ഫംഗ്ഷനെ നമ്മൾ പാരാമെട്രിക് ഇക്വേഷനിൽ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക. എഫ് ഡാഷ് ഓഫ് ടി ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ ഡാഷ് ഓഫ് ടി ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ മുമ്പുള്ള വീഡിയോസിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ സി ജി ഓഫ് എക്സ് വൈ ഡി എസ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി, അതായത് ടി വേരി ചെയ്യുന്നത് ടിയുടെ പാരാമെട്രിക് ഇക്വേഷനിലോട്ടാണ് മാറ്റുന്നത്. അപ്പോൾ ടി വേരി ചെയ്യുന്ന എ ടു ബി ആണ്. ജി ഓഫ് എക്സ് എഫ് ഓഫ് ടി വൈ ജി ഓഫ് ടി ആണ്. സ്ക്വയർ റൂട്ട് ഓഫ് ഡി എസ് ആണ് എടുക്കേണ്ടത്. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ്, അതായത് എസ് എന്ന് പറയുന്നതിൻ്റെ ഡിഫറൻഷ്യൽ, അതാണ് ഡി എസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഡി എസ് എന്താ വരിക, സ്ക്വയർ റൂട്ട് ഓഫ് എഫ് ഡാഷ് ഓഫ് ടി ദ ഹോൾ സ്ക്വയർ പ്ലസ് ജി ഡാഷ് ഓഫ് ടി ദ ഹോൾ സ്ക്വയർ ഡി ടി. ഓക്കെ, അപ്പോൾ ഇത് മൂന്നെണ്ണവും പഠിച്ചു വെക്കാം കേട്ടോ. ഇത് പാരാമെട്രിക് ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ, തേർഡ് വൺ. ഇത് മാത്രമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻ ഉള്ളൂ ഇതിൽ. ബാക്കിയുള്ളതെല്ലാം ഡെഫിനിഷൻസ് പഠിച്ചു, അതായത് ഡെഫിനിഷൻസ് ജസ്റ്റ് പറഞ്ഞു, അതിനുള്ള പ്രീ റിക്വസിറ്റ്സ് ഒക്കെയാണ് പറഞ്ഞത്. ഇനി നമ്മൾ മെത്തേഡ് ഓഫ് ഇവാലുവേഷൻ തന്നെയാണ് പറയുന്നത്. കർവ് ഡിഫൈൻഡ് ബൈ ആൻ എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻ, അതായത് നമ്മളിപ്പോൾ പറഞ്ഞത് പാരാമെട്രിക് ഫോമിൽ തന്നു കഴിഞ്ഞാലാണ്. ഇനി നമ്മൾ പറയുന്നത് എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യുക. അതായത് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫോമിലേക്ക് ഒരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ അതിനെങ്ങനെയാണ് നമ്മൾ ലൈൻ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. If the curve C is defined by an explicit function y equal to f of x, a less than or equal to x less than or equal to b, we can use x as a parameter. അതായത് നമുക്ക് ഇവിടെ C എന്ന് പറയുന്ന കർവ് ഡിഫൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. എങ്ങനെയാണ് തന്നിരിക്കുന്നത്, എക്സ്പ്ലിസിറ്റ് ഫോമിലാണ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫോമിൽ. ഇവിടെ എക്സ് ആണ് വേരി ചെയ്യുന്നത് എ ടു ബി. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സിനെ പാരാമീറ്റർ ആയിട്ട് യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു എക്സിലും വിത്ത് റെസ്പെക്ട് ടു എസ്സിലും വിത്ത് റെസ്പെക്ട് ടു വൈയിലും വിത്ത് റെസ്പെക്ട് ടു എസ്സിലുമാണ് നമ്മളിത് പറയാം. കാരണം എക്സിന് വേരി ചെയ്യുന്ന കാര്യം നോക്കണ്ടെന്നല്ല, അത് ചെയ്യണം. നമുക്ക് നോക്കാം എങ്ങനെയാണ്. അപ്പോൾ നമുക്കിവിടെ വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് അല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഡി വൈ എന്തായിരിക്കും, ഡി വൈ ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് ഡി എക്സ് ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഡി എസ് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. എനിക്ക് തോന്നുന്നു മുമ്പുള്ള സെക്ഷനിൽ എവിടെയോ പറയേണ്ടതാണ്. നിങ്ങൾ ശരിക്കും നമ്മൾ മുമ്പത്തെ സെമസ്റ്ററിൽ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആർക്ക് ലെങ്ത്, നമ്മളുടെ സാധാരണ കർവ്സിനുള്ള ആർക്ക് ലെങ്ത്, അതിൻ്റെ ഇക്വേഷനാണിത്. ഡി എസ് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ ഡി എക്സ്. ഇതൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഡി എസ് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ്, ഇവിടെ ശരിക്കും വരുന്നത് എക്സിൻ്റെ ടേംസിലുള്ളതാണ്. അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ 1 സ്ക്വയർ എന്നാണ് വരിക, അതായത് ഡി എക്സ് ബൈ ഡി എക്സ് എന്നാണ് വരിക. ഇവിടെ ഡി വൈ എന്ന് എടുക്കുമ്പോഴാണ് എഫ് ഡാഷ് ഓഫ് എക്സ് വരുന്നത്. സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ ഡി എക്സ്. ഇതൊന്ന് ഓർത്ത് വെക്കണേ, ഡി വൈ ഡി എസ്. ഇനി നമുക്ക് ലൈൻ ഇൻ്റഗ്രൽസ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നോക്കാം. ഇൻ്റഗ്രൽ ഓവർ സി ജി ഓഫ് എക്സ് വൈ ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു എക്സിനാണ്, വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. എക്സ് വേരി ചെയ്യുന്നത് എ ടു ബി ആണ് നമുക്ക് തന്നിട്ടുണ്ട്. സോ ഇൻ്റഗ്രൽ എ ടു ബി ജി ഓഫ് എക്സ്. ഇനി വൈനെ നമ്മൾ ഏത് ടേംസിൽ എഴുതണം, വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നല്ലേ തന്നിരിക്കുന്നത്. അപ്പോൾ വൈനെ നമ്മൾ എക്സിൻ്റെ ടേംസിലേക്ക് മാറ്റി എഴുതാം, എഫ് ഓഫ് എക്സ്. പിന്നെ ഡി എക്സിന് ഡി എക്സ് തന്നെയാണ് ഇവിടെ വരിക. ഓക്കെ, ഇനി നമ്മൾ ഇൻ്റഗ്രൽ ഓവർ സി ജി ഓഫ് എക്സ് വൈ ഡി വൈ ആണ് വരുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണം, ഓരോന്നിലും മാറ്റങ്ങളുണ്ട്. ഇവിടെ നമ്മൾ എല്ലാത്തിനെയും എക്സിൻ്റെ ടേംസിലോട്ട് മാറ്റിയിട്ടാണ് ചെയ്യുന്നത്. സോ ഇൻ്റഗ്രൽ എ ടു ബി, അതായത് വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് വേരി ചെയ്യുന്നത്, കാരണം എക്സ് ആണ് അവിടുത്തെ പാരാമീറ്റർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ എ ടു ബി ജി ഓഫ് ഇവിടെ എക്സ്, വൈക്ക് പകരം എഫ് ഓഫ് എക്സ്, പിന്നെ ഡി വൈ ആണല്ലോ, വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണ്. അപ്പോൾ വൈ ഡാഷ് എന്താ വരിക, എഫ് ഡാഷ് ഓഫ് എക്സ് ഡി എക്സ്. ഓക്കെ,
ഇനി ഇൻ്റഗ്രൽ ഓവർ സി ജി ഓഫ് എക്സ് വൈ ഡി എസ് എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ ഓവർ എ ടു ബി ജി ഓഫ് എക്സിന് എക്സ് തന്നെ വൈക്ക് നമ്മൾ എഫ് ഓഫ് എക്സ് നേട്ടി. ഇനി ഡി എസ് എന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യൽ എന്താണ്, ആർക്ക് ലെങ്ത്തിൻ്റെ ഡിഫറൻഷ്യൽ ഇൻ ടേംസ് ഓഫ് എക്സിൻ്റെ ടേംസിൽ പറയുകയാണെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ ഡി എക്സ് എന്നാണ് വരിക. ഓക്കെ, ഇതൊന്ന് ഓർത്ത് വെക്കണം കേട്ടോ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ഇത് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ എന്തൊക്കെ പഠിച്ചു? എക്സ്പ്ലസിറ്റ് ഫോമിലുള്ളത് പഠിച്ചു, അതുപോലെ തന്നെ ലൈൻ ഇൻ്റഗ്രൽ പാരാമെട്രിക് ഫോമിലുള്ളതും ഇവാലുവേറ്റ് ചെയ്യാൻ നമ്മൾ ജസ്റ്റ് ഡെഫിനിഷൻസ് പഠിച്ചു. പ്രോബ്ലം സിമ്പിളാണ്, ഒന്നുമില്ല. അപ്പോൾ നമുക്ക് നോക്കാം. ഇഫ് സി ഈസ് എ കമ്പോസ്ഡ് സ്മൂത്ത് കർവ് C1 C2 ആൻഡ് C3 ദെൻ, അതായത് നമുക്കിപ്പം സ്മൂത്ത് കർവ്സിനെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ സി എന്ന് പറയുന്ന കർവ് തന്നിരിക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മളോട് ട്രയാങ്കിളിലൊക്കെയാണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ C1 C2 C3 എടുത്തിട്ട് നമ്മൾ അതിനെ സമ്മ് കണ്ടുപിടിക്കുകയാണ് ചെയ്യുക. അതായത് ഇൻ്റഗ്രൽ ഓവർ സി ജി ഓഫ് എക്സ് വൈ ഡി എസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ C1 ജി ഓഫ് എക്സ് വൈ ഡി എസ് പ്ലസ് ഇൻ്റഗ്രൽ ഓവർ C2 ജി ഓഫ് എക്സ് വൈ ഡി എസ് പ്ലസ് ഇൻ്റഗ്രൽ ഓവർ C3 ജി ഓഫ് എക്സ് വൈ ഡി എസ് എന്നാണ് ചെയ്യുക. ഓരോന്നിലും ഇവാലുവേറ്റ് ചെയ്തിട്ട്, ഓരോ ബ്രാഞ്ചസിലും നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ സമ്മ് കണ്ടുപിടിക്കും. ഇനി എ ലൈൻ ഇൻ്റഗ്രൽ എലോങ് എ ക്ലോസ്ഡ് കർവ് സി ഈസ് വെരി ഓഫൺ ഡിനോട്ടഡ് ബൈ, നമ്മൾ ഒരു ക്ലോസ്ഡ് കർവിലുള്ള ലൈൻ ഇൻ്റഗ്രൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ലൈൻ ഇൻ്റഗ്രൽ ഇവിടെ ഒരു സർക്കിൾ ഇടും കേട്ടോ, ക്ലോസ്ഡ് പാത്താണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ക്ലോസ്ഡ് കർവാണ്. ഇൻ്റഗ്രൽ ഓവർ സി പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി ബൈ. ഇതൊക്കെ പ്രോബ്ലം ചെയ്യുമ്പോൾ എന്താണെന്ന് പറയാം. നമുക്കൊരു പ്രോബ്ലം പറയാം, ഇപ്പം തന്നെ ഒരുപാട് വീഡിയോ ലെങ്ത് ആയിട്ടുണ്ടാവും. ബാക്കിയുള്ള പ്രോബ്ലംസ് അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, ഇത് 25 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രോബ്ലംസ് നമുക്ക് അടുത്ത വീഡിയോസിൽ ചെയ്യാം. അതിനു മുമ്പ് ഞാൻ എന്താണെന്നൊരു വട്ടം കൂടെ പറയാം അവിടെ. അപ്പോൾ ഈ ഒരു വീഡിയോസ് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് വെച്ചാൽ ഡെഫിനേഷൻസ് ഒക്കെ പഠിക്കുന്നവർ ഇത് പഠിച്ചിട്ട് പോവാം, അതായിരിക്കും നല്ലത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.